നമസ്കാരം. എഡ്യൂസോൺ ലേണിംഗ് ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 2025 നടന്ന VFA പരീക്ഷയുടെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അല്ലെങ്കിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ GKയുടെ 70 ചോദ്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്താണ് പറഞ്ഞു കഴിഞ്ഞതാണ്. 70 ചോദ്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. ഇനി അതിലുള്ള 71 മുതൽ 80 വരെ കിടക്കുന്ന 10 ചോദ്യങ്ങൾ എന്താണ്? മാത്സ് ആണ്. ഈ 10 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സിമ്പിൾ ചോദ്യങ്ങൾ മാത്രമാണ് ഒരു പരീക്ഷയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 71ാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശത്തിലായാൽ ആ ത്രികോണത്തിന്റെ ചെറിയ കോണത്താണ്. ആ ത്രികോണത്തിന്റെ ചെറിയ കോണം നമുക്കറിയാമല്ലോ. ഒരു ബഹുഭുജമായാൽ ആ ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ ഇക്വേഷൻ എന്താണ്? n-2 × 180 എന്നാണ്. n-2 × 180. n മീൻസ് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ്. എത്ര വശമുള്ള ബഹുഭുജമാണോ ആ വശങ്ങളുടെ എണ്ണമാണ് n-2 × 180. ഇപ്പൊ ത്രികോണമായതുകൊണ്ട് ത്രികോണത്തിന്റെ വശങ്ങൾ 3 ആണ്. അപ്പൊ നമ്മൾ 3 - 2 × 180 എന്ന് എഴുതാം. അതായത് 1 × 180. അപ്പൊ ത്രികോണത്തിന്റെ ആകെ കോണുള്ള നമുക്ക് ഉത്തരം കിട്ടിയ 180 ഡിഗ്രിയാണ്. ത്രികോണത്തിന്റെ ആകെ കോണുള്ള എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, നമുക്ക് ആ 180 ഡിഗ്രി എന്ത് ചെയ്യാം? നമുക്ക് ചെറിയ കോണുകൾ കണ്ടുപിടിക്കാം. അപ്പൊ 180 × ചെറിയ കോണായതുകൊണ്ട് റേഷ്യോ ചെറിയ വാല്യൂ എത്രയാ? 3 ഡിവൈഡ് ബൈ ഈ 180 എന്നുള്ളത് ത്രികോണത്തിന്റെ കോണുകളുടെ ആകെത്തുകയാണ്. അതുകൊണ്ട് റേഷ്യോയുടെ ആകെത്തുക എടുക്കുക. 5, 3, 8, 4, 12. അപ്പൊ 180 × 3/12 വെട്ടാവല്ലോ. 12 1 12, 12 × 15 ആണ് 180. ഓക്കെ, ഇപ്പൊ 15 × 3 എന്ന് കിട്ടും. 15 × 3 എത്രയാ? 45. അപ്പോൾ ഉത്തരം എത്രയാണ്? 45. ഓക്കെ, ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തിരുന്നുക. ഏത് ബഹുഭുജമായാലും അതിന്റെ ബാഹ്യ കോണളവ് ഡിഗ്രി ആയിരിക്കും. അത് 360 ഡിഗ്രി ആയിരിക്കും. ഏത് ബഹുഭുജമായാലും അതിന്റെ ബാഹ്യ കോണളവ് ഡിഗ്രിയാണ് 360 ഡിഗ്രി. ആന്തരിക കോണളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇത് n-2 × 180. n മീൻസ് അവിടെ എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ്. ഇവിടെ നമുക്ക് ത്രികോണമാണ്. ഇപ്പൊ ത്രികോണത്തിന്റെ ആകെ കോണളവ് 180 ഡിഗ്രിയാണ്. അതായത് n എന്ന് പറയുന്നത് 3, 3 - 2, 1 × 180 ഡിഗ്രി. നമ്മൾ ചെറിയ കോണാണ് ചോദ്യം വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 180 × ചെറിയ റേഷ്യോ എത്രയാ? 3 ഡിവൈഡ് ബൈ 180 എന്നുള്ളത് റേഷ്യോ കോണുകളുടെ സം ആയതുകൊണ്ട്, തുകയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റേഷ്യോന്റെ സം എടുക്കുന്നു. 5, 3, 8, 4, 12. അതായത് 180 × 3/12. 12 × 15 ആണ് 180. 15 × 3 45. ഇനി വലിയ കോണായിരുന്നു നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? 180 × വലിയ റേഷ്യോ എത്രയാ? 5 ഡിവൈഡഡ് ബൈ 12. 12 1 12. 12 × 15 ആണ് 180. 15 × 5 എത്രയാ? 75 ഡിഗ്രി. അതിനകത്ത് തന്നെ വലിയ കോണുള്ള ചോദിച്ചാൽ ഉത്തരം എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രി. ഇവിടെ ചെറിയ കോണുള്ളതായിട്ട് ഉത്തരം എത്രയാണ്? 45 ഡിഗ്രി. ഇടയ്ക്കുള്ളതാണ് കണ്ടുപിടിക്കണമെങ്കിൽ 180 × 4/12 ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പം ഇത്രയാണ് നമ്മൾ ആ 71ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനി 72ാമത്തെ ചോദ്യമാണ്. z = x + y ൽ x = -10 y = 3 ആയാൽ z എത്ര എന്നാണ് ചോദ്യം. അതായത് ചെയ്താൽ കൂട്ടിയാൽ മതി. അപ്പം അതായത് z എന്നുള്ളത് x + y ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? x ഉം y യുടെ കൂട്ടണം. അപ്പം -10 + 3, y എന്നുള്ളത് എത്ര? 3 ആണ്. പ്ലസും മൈനസും കൂട്ടാൻ എന്ത് ചെയ്യണം? തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ. 10ഉം 3ഉം തമ്മിൽ ഡിഫറൻസ് എത്ര? 7. ഇതിലെ വലിയ സംഖ്യ 10 അല്ലേ? അപ്പൊ അതിന്റെ സൈൻ മൈനസ് അല്ലേ? അപ്പൊ -7. അപ്പൊ ഉത്തരം എന്താണ്? -7. ഓക്കെ, ചോദ്യം സിമ്പിൾ ആണ്. z = x + y ആണ്. അപ്പൊ z എന്നുള്ളത് എന്ത് തമ്മിൽ കൂട്ടുന്നതാണ്? x ഉം y യുടെ കൂട്ടുന്നതാണ് എന്ത്? z എന്ന് പറയുക. അപ്പൊ ഇവിടെ x എന്നുള്ളത് -10 ആണ്, y എന്നുള്ളത് 3 ആണ്. എങ്കിൽ z എത്ര ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? x ഉം y യുടെ കൂട്ടണം. അപ്പൊ x എത്രയാ? -10. y എത്രയാ? 3 ആണ്. അപ്പൊ കൂട്ടുമ്പോൾ നമുക്ക് 10ഉം 3 കൂട്ടണം. മൈനസ് ആയതുകൊണ്ട് മൈനസും പ്ലസും കൂട്ടാൻ എന്ത് ചെയ്യണം? തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് ഏതിന്റെ സൈന്? വലുതിന്റെ സൈൻ. 10ന്റെയും 3ന്റെയും ഡിഫറൻസ് എത്ര? 7. വലുത് മൈനസ് അല്ലേ? -10 അല്ലേ? അപ്പൊ മൈനസിന്റെ സൈൻ. അപ്പൊ എത്ര? -7 ആണ് എന്റെ ഉത്തരം. ഓക്കെ, 1, 2 ചോദ്യങ്ങൾ അത്രയും ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതിനകത്ത് 3ാമത്തെ ചോദ്യമാണ്.
ക്വസ്റ്റ്യൻ പേപ്പർ മൂന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തതെന്നാണ്. നമുക്കതിന് ഉത്തരമില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൂട്ടത്തിൽ പെടുന്ന ചോദ്യമാകുമ്പം ഏതെങ്കിലും മൂന്നെണ്ണം ഒരേ സ്വഭാവം കാണിക്കുന്നതും നാലാമത് പറഞ്ഞാൽ എന്താണ് വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നതായിരിക്കണം. നമുക്കിതിനകത്ത് ഒരേ സ്വഭാവമുള്ള രണ്ട് ജോഡി കണ്ടെത്താം. ഇപ്പൊ 12, 48, 24. ഞാൻ പറയുന്നത് 12, 48, 24 12ന്റെ മൾട്ടിപ്പിൾ ആണ്. ഒരേ സ്വഭാവമല്ലേ? 12, 48, 24. നമുക്ക് ഒരു ഗണത്തിൽപ്പെടുത്താം. ഇതെല്ലാം 12ന്റെ മൾട്ടിപ്പിൾ ആണ്. 16 നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി വെക്കാം. ഓക്കെ. അപ്പൊ 16 ഉത്തരം പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓപ്ഷൻ പറയാം. ഈ 16, 24, 48 ഇത് എന്തിന്റെ മൾട്ടിപ്പിളാ? 8ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 12 അല്ലേ അവിടെ കൂട്ടത്തിൽപ്പെടാത്തെ? 12 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നമുക്ക് അങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? ഇതിനെ ബന്ധം കണ്ടെത്താം. അത് നമുക്ക് ഡിലീഷനിലേക്ക് പോകുന്ന ചോദ്യമാണ് അത്. കാരണം അത് നമുക്ക് കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് ഏതെങ്കിലും ഒന്നിനെ മാറ്റി വെക്കാൻ പറ്റത്തില്ല. രണ്ട് രീതി നമുക്ക് ചെയ്യാം. അപ്പം 12, 24, 48 ഇത് എന്തിന്റെ കൂട്ടമാണ്? 12ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതൊരു സ്വഭാവം കാണിക്കുന്നു. ഇത് മാറി നിൽക്കുന്നു. ഇനി 16, 24, 48 ഇതിലെ 8ന്റെ മൾട്ടിപ്പിളാ. അതെല്ലാം ആ ഒരു കൂട്ടത്തിൽ പെടാം. ഇത് 12 വേണം മാറ്റി നിർത്താം. ഓക്കെ. അപ്പൊ നമുക്ക് പല രീതിയിലാണ് ഉത്തരം ചെയ്യേണ്ടത്. നമുക്ക് ഡിലീഷനിലേക്ക് പോവാം. 74ാമത്തെ ചോദ്യം അത് തന്നെയാണ്. ഡിലീഷനിലേക്ക് തന്നെ പോകുന്ന ചോദ്യമാണ് 76ാമത്തെ ചോദ്യവും. ഉത്തരമില്ല. കാരണം മാധ്യം എന്ന് പറയുന്നത് എന്താണ്? ശരാശരിയാണ്, മീനാണ്. മാധ്യം എന്ന് പറയുന്നത് എന്താണ്? മീൻ അല്ലെങ്കിൽ ശരാശരിയാണ്, അല്ലെ ആവറേജ് ആണ്. അപ്പൊ 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര, അല്ലെ ശരാശരി എത്ര ചോദ്യം. അപ്പൊ 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ ഏതൊക്കെയാ? 6 + 12, 18, 24, 30, 36. ഈ 6 എണ്ണമാണ് ഇതിന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ. 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ 6, 12, 18, 24, 30, 36 ഡിവൈഡ് ബൈ 6 സംഖ്യ ആയതുകൊണ്ട് ശരാശരിയാണ്. തുക ബൈ എണ്ണമില്ല ശരാശരി. അപ്പൊ നമുക്ക് കൂട്ടുമ്പം 12ഉം 6ഉം 18ഉം 36, 24ഉം 60ഉം 90, 126 126 ബൈ 6 കിട്ടും. അപ്പൊ അതിന്റെ ഉത്തരം 21 ആണ്. 126 ബൈ 6 എത്രയാ? 21 ആണ്. ആ ഒരു ഓപ്ഷൻ ചോദിക്കാതില്ല. അപ്പൊ ആ ക്വസ്റ്റിനും ഡിലീഷനിലേക്ക് പോകും. ഓക്കെ. കാരണം മാധ്യം എന്ന് പറയുന്നത് എന്താണ്? മീനാണ്, അല്ലെ ശരാശരിയാണ്. അപ്പൊ ശരാശരി 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളുടെ ശരാശരി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ 6 ഗുണിതങ്ങൾ 6, 12, 18, 24, 30, 36. അപ്പൊ തുക കൂട്ടിയെടുക്കുക. തുക എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് എന്ത്? ശരാശരി. ഇനി അല്ല നമുക്ക് ചെയ്യാം. കാരണം കുറച്ച് നിങ്ങൾ നമുക്ക് 18ഉം + 24 ഇത് തമ്മിൽ കൂട്ടിയെടുത്തിട്ട് രണ്ടോട് ഹരിച്ചാലും മതി. നമുക്ക് എപ്പോഴും കിട്ടുന്നതും 21 ആയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ സിമ്പിൾ മേഖല പറഞ്ഞു പോയേക്കാം. 6, 12, 18, 24, 30, 36 ഇതെല്ലാം കൂട്ടിയെടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. അപ്പൊ സമ്മ് 126 ആണ്. എണ്ണം എത്രയാ? 6. 126 ബൈ 6 21 ആണ്. ആ ഒരു ഓപ്ഷൻ ചോദിക്കാത്തില്ല. ഓക്കെ. അതുകൊണ്ട് നമുക്ക് ആ ചോദ്യം നമുക്ക് എന്ത് പറയാം? ഡിലീഷൻ ഒക്കെ പോവും എന്ന് ഡിലീഷൻ ചെയ്യും. കാരണം ഓപ്ഷൻ എന്ത് ചെയ്യാം? ഓപ്ഷൻ ഇല്ല, ഉത്തരവില്ല അതിനകത്ത്. ഓക്കെ. ഇനി അടുത്തത് 75ാമത്തെ ചോദ്യമാണ്. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിന് തുല്യമായാൽ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? നമുക്കറിയാമല്ലോ, ചതുരത്തിന്റെ ചുറ്റളവ് കാണുന്ന ഇക്വേഷൻ എന്താ? 2 × L + B എന്നാണ്. 2 × L + B. അപ്പൊ നമുക്ക് ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാമല്ലോ. 2 × L എത്രയാ? 40, B എത്രയാ? 30. അതായത് 2 × 70 കിട്ടും അല്ലേ? അപ്പൊ എത്രയാ? 140. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് 140 ആണ്. ഇതേ ചുറ്റളവാണ് ആർക്കുള്ളത്? സമചതുരത്തിന് എന്ന് പറയുന്നു. സമചതുരത്തിന്റെ ചുറ്റളവ് ഇക്വേഷൻ എന്താണ്? 4a ആണ്. വശങ്ങളോട് കൂട്ടിയെടുത്താൽ 4a ആണ്. ആ 4a ആണ് എത്ര? 140. അപ്പൊ a = 140 ബൈ 4 എത്ര കിട്ടും? 35. അപ്പൊ അതിന്റെ ഉത്തരം എത്രയാ? 35. ഓക്കെ. അതായത് 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ചതുരത്തിന്റെ ചുറ്റളവ് എന്തിനു തുല്യമാണ്? സമചതുരത്തിന്റെ ചുറ്റളവിന് തുല്യമാണ്. ചതുരത്തിന്റെ ചുറ്റളവ് കാണുന്ന ഇക്വേഷൻ 2 × L + B എന്നാണ്. അത് 2 × നീളം + വീതി. ഇപ്പൊ 2 × L + B എന്നുള്ളത് നമുക്ക് 140 കിട്ടും. കാരണം 2 × 40 + 30 70. അപ്പൊ 2 × 70 140 കിട്ടും. ഈ 140 തന്നെയാണ് ഏതിന്റെ വാല്യൂ? 4a എന്ന് പറയുന്ന സമചതുരത്തിന്റെ ചുറ്റളവിന്റെ വാല്യൂ. അപ്പൊ 4a എന്ന് പറയുന്നത് എത്രയാണ്?
140. അപ്പൊ A ഈസിക്കൽ ടു 140/4. 140/4 അപ്പൊ എത്ര? 35. ഓക്കെ, അപ്പൊ 75-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 35 ഓക്കെ. ഇനി അടുത്ത നമുക്ക് 76-ാമത്തെ ചോദ്യമാണ്. അത് എളുപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ചോദ്യമാണ്. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? നമുക്കറിയാം, ഒരു വരിയിലെ ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ തന്നിട്ട് ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതിന് എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം. തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ എത്രയൊക്കെയാണ്? 4 + 20 തമ്മിൽ കൂട്ടുക 24 - 1 എത്രയായി? 23. ഓക്കെ, ഉത്തരം അവിടെ എത്രയാണ്? 23 ഓക്കെ, അവരിലാകെ എത്ര പേരുണ്ട്? 23 പേരുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു വരിയിൽ ഒരാളുടെ തന്നെ 2 സ്ഥാനം തന്നിട്ട് ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അതിപ്പോ ഇടത്തു നിന്ന് വലത്തോട്ടായിക്കോട്ടെ, വലത്തു നിന്ന് ഇടത്തോട്ടായിക്കോട്ടെ, മുന്നിൽ നിന്ന് പുറകോട്ടായിക്കോട്ടെ, എങ്ങനെ ചോദിച്ചോട്ടെ. സ്ഥാനം ഒരാളുടെ തന്നെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് എത്ര കുറയ്ക്കുക? 1 കുറയ്ക്കുക. തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. ഇവിടെ 4 20 അയാളുടെ സ്ഥാനം. അപ്പൊ 4 + 20 24 - 1 എത്രയാ? 23. ഓക്കെ, ഇനി അടുത്തത് 77-ാമത്തെ ചോദ്യമാണ്. 77-ാമത്തെ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബോർഡ് മാസ് ആണ്. നമുക്ക് ബോർഡ് മാസ് റൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ചോദ്യമാണ് അത്രേ 74. അറിയാമല്ലോ. ബ്രാക്കറ്റ് ഓഫ്, ആദ്യം ബ്രാക്കറ്റിനകത്തുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കണം. പിന്നെ ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷന്, അഡീഷന്, സബ്സ്ട്രാക്ഷൻ. ഹരിക്കുക, ഗുണിക്കുക, കൂട്ടുക, കുറയ്ക്കുക. ഈ റൂൾ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഈ ക്രമത്തിലാണ് നമ്മൾ മാത്സിന്റെ കണക്കുകൾ ചെയ്യേണ്ടത്. അതാണ് ഈ ബോർഡ് മാസ് റൂൾ. ആദ്യം ബ്രാക്കറ്റിനകത്തുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കണം. എങ്ങനെ? ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷന്, അഡീഷന്, സബ്സ്ട്രാക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഡിവിഷൻ ചെയ്യണം. അപ്പൊ 18 - 6/3 ചെയ്യണം. അപ്പൊ നമുക്ക് 2 കിട്ടും. 2 × 4. 6/3 എത്രയാ? 2 അല്ലേ? 6-നെ 3 കൊണ്ട് ഹരിക്കുക 2 കിട്ടും. 18 - 2 × 4. അടുത്ത നമുക്ക് ഗുണിക്കണം. 2 × 4 എത്ര? 8. അപ്പൊ 18 - 8. ഓക്കെ, 18 - 8 എത്രയാ? 10. നമ്മൾ ഉത്തരം എത്രയാ? 10. ഓക്കെ, ബോർഡ് മാസ് നിങ്ങൾക്ക് സിമ്പിൾ അപ്ലൈ അറിയുന്നേ ഉള്ളൂ. ആദ്യം ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷന്, അഡീഷന്, സബ്സ്ട്രാക്ഷന്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? ഹരിക്കുക. ഇവിടെ ആദ്യം ഹരണം വരുന്നത് 6/3 ആണ്. ഹരിക്കുമ്പോൾ 2 കിട്ടും. അപ്പൊ 18 - 2 × 4, പിന്നെ ഗുണിക്കുക. അപ്പൊ 2 × 4 എത്ര? 8. 18 - 8 10. ഇനി അടുത്ത 78-ാമത്തെ ചോദ്യമാണ്. നമുക്ക് ഒരു വലിയ പാടൊന്നുമില്ലാത്ത ചോദ്യമാണ്. നമുക്ക് പവർ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം -2�3. എത്ര കിട്ടും? -8. 2ന്റെ ക്യൂബ് 8 അല്ലേ ഉള്ളൂ. 3ന്റെ ക്യൂബ് എത്രയാ? 27. ഇൻറ്റു 3ന്റെ സ്ക്വയർ 9. 5ന്റെ സ്ക്വയർ 25. പെട്ടാവല്ലോ. 3 1 1 9 9 9 3 27. അപ്പൊ -8 / 3 × 25 75. അപ്പൊ -8 / 75. ഉത്തരം എത്രയാ? -8 / 75. അത് 2ന്റെ ക്യൂബ് എത്ര? 8. അപ്പൊ -8. 3ന്റെ ക്യൂബ് 27. അപ്പൊ -8 / 27 ഇൻറ്റു 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25. ഓക്കെ, അപ്പം നമുക്ക് വെട്ട് കളയാം. 9 9 3 27. അപ്പൊ നമുക്ക് -8/3 ഇൻറ്റു 1/25 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ 1 × -8 3 × 25 75. ഓക്കെ, അപ്പൊ -8 / 75 ആണ് എന്റെ ഉത്തരം. ഇനി അടുത്ത 79-ാമത്തെ ചോദ്യമാണ്. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറയ്ക്കാൻ വേണ്ടിയാണ്. അതായത് 5.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? അപ്പൊ എന്ത് ചെയ്യണം? 72.29 നിന്നും എത്ര കുറയ്ക്കണം? 53.29
6 എന്ന് പറഞ്ഞാൽ നമുക്ക് 6 0 എന്ന് കൊടുത്തേക്കാം, കാരണം നമുക്ക് കുറയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. ഓക്കെ, അപ്പൊ കുറയ്ക്കാമല്ലോ. 9 താത്തിറക്കി, കാരണം 9 0 പോകുമ്പോൾ 9. ഇവിടെ 12 6 പോകാത്ത നമ്മൾ കടമെടുക്കുന്നു. അപ്പൊ 12 6 പോകെ 6. ഈ ഓപ്ഷൻ നമുക്ക് ഇത്രയും കിട്ടുമ്പോഴേ നമുക്ക് ഉത്തരം കിട്ടും, കാരണം 0.69 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്നാണിത് 18.69. പരീക്ഷകളിൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് അവിടെ നിർത്തിയിട്ട് പോകാം, കാരണം 0.69 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് സമയം കളയായിരിക്കാൻ നമുക്ക് പോകാം, ചെയ്ത് നോക്കാം. കാരണം ഇവിടെ 2 1 എടുത്താൽ ബാക്കി 11 ഉള്ളൂ. 11 3 പോകെ 8. ഇവിടെ നമ്മൾ കടമെടുത്തായിരുന്നു, ഇപ്പൊ ഇവിടെ 6 ഉള്ളൂ. 6 5 പോകെ 1. അപ്പൊ 18.69. ഓക്കെ, നമുക്ക് ഈ 6 9 കിട്ടുമ്പോഴേ ഈ ചോദ്യത്തെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം, കാരണം 0.69 വരുന്ന ഒറ്റ ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. സമയം കളയായിരിക്കാൻ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോകാം. ഓക്കെ, അതാണ് അതിന്റെ ഉത്തരം. സിമ്പിൾ ആണ്, കുറയ്ക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. പിന്നെ കുറയ്ക്കാൻ നേരം ഈ 6 എന്നുള്ള 60 തന്നെ എഴുതിയേക്കുക, അപ്പൊ നമുക്ക് കുറയ്ക്കാനുള്ള സൗകര്യമായിരിക്കും. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു. 1 2 4 എന്ന സംഖ്യാശ്രേണിയിൽ 10ാം പദം. ഇതെന്താണ്? ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, GP ആണ്. കാരണം 1 × 2 2, 2 × 2 4, അടുത്ത 4 × 2 8, അങ്ങനെ പോകുന്ന ഒരു GP ആണ് ഇത്. GP, ഒരു GPയുടെ n-ാം പദം കാണുന്ന ഇക്വേഷൻ എന്താണ്? A × r⁻n−1 എന്നാണ്. A × r⁻n−1 എന്നാണ് ഒരു GPയുടെ n-ാം പദം കാണുന്ന ഇക്വേഷൻ. എന്താണ്? A × r⁻n−1. A എന്ന് പറഞ്ഞ ആദ്യ പദം 1, r എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ്, നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 2 × n−1 എന്നുള്ളത് നമുക്ക് 10ാം പദമായതുകൊണ്ട് 9. 10 - 1 എത്രയാ? 9. അപ്പൊ 2⁹, അതായത് 2 × 2 × 2 × 2 × 2 × 2 എത്ര? 2 3 4 5 6 അല്ലേ? 7 8 അങ്ങനെ 9 തൊട്ട് 2 വെച്ച് ഗുണിക്കാം. അപ്പൊ 2 × 2 4, 4 × 2 8, 8 കൊണ്ട് 2 16, 16 കൊണ്ട് 2 32, 32 കൊണ്ട് 2 64, 64 കൊണ്ട് 2 128, 256 × 512. 512 × ആദ്യ പദം 1 × 1, ഉത്തരം എത്രയാണ്? 512. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം എത്രയാണ്? 512. ഓക്കെ, അപ്പൊ ഇത്രയും 10 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരുന്നത്. VFAയുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന 10 ചോദ്യങ്ങൾ ഈ 10 ചോദ്യങ്ങളാണ്. ആ 10 ചോദ്യങ്ങളെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ നൽകുന്നു. അത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.